എൻ്റെ ആദ്യത്തെ പ്രണയം ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും. എന്തിന് അവര് ആ വെക്കേഷന് വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് തിരിച്ചു പോകുമ്പോൾ ഞാൻ ദിവസങ്ങളോളം കരയുകയും ഭക്ഷണം കഴിക്കാതെ ഇരുന്നു. ഒരുപക്ഷെ നമ്മളെയൊക്കെ എഴുത്തുകാരാക്കുന്നത് ഇത്തരം ഓർമ്മകളായിരിക്കാം. ഞാനിനി ജോലിക്ക് പോവില്ല, കാരണം അത്രത്തോളം ചീത്തപ്പേര് ഞാൻ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. ഈ ടീച്ചർമാരുടെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ടവന്മാരാണ്. അവരും നമ്മളുള്ള വ്യത്യാസം മനസ്സിലാവുന്നത് നമ്മൾ എന്തുകൊണ്ട് എഴുത്തുകാരനായെന്നും അവൻ എന്തുകൊണ്ട് കച്ചവടക്കാരനായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു പോയിന്റിലാണ്. നമ്മളുടെ സൗഹൃദങ്ങളും പ്രണയങ്ങളും ഇതെല്ലാം എനിക്ക് തോന്നുന്നു രണ്ടും കൂടി വേർതിരിക്കേണ്ട കാര്യമില്ല എന്ന് തോന്നുന്നു. കാരണം ജമീലയായിട്ടുണ്ടായിരുന്ന പ്രണയമായിരുന്നു ഇല്ല, അതൊരു സൗഹൃദവും എന്താ പറയുക, എങ്ങനെയാണ് ഏത് പേരിലാണ് പറയേണ്ടതെന്ന് അറിയില്ല. ചെറുപ്പത്തിൽ എൻ്റെ പ്രവത ചേച്ചി എന്ന് പറയുന്ന ഒരു ചേച്ചി ഉണ്ടായിരുന്നു. അത് ഏറ്റവും മൂത്ത കസിനാണ്. പ്രവത ചേച്ചി LLBക്ക് പഠിക്കുമ്പോൾ പ്രവത ചേച്ചിയുടെ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട് ഞങ്ങളുടെ തറവാട്ടിൽ വന്ന് താമസിച്ചു. അന്ന് ഞാൻ റേഡിയോ വാങ്ങിച്ച ചരിത്രമൊക്കെ, റേഡിയോ ഒക്കെ വന്നിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ എന്ന് പറഞ്ഞാൽ ഒരു 5-6 വയസ്സ് ഉള്ള സമയത്ത് അവരൊന്ന് LLBക്ക് പഠിക്കുകയാണ്. ഞാൻ 5-6 വയസ്സ്. ഇവർ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും ഞാൻ കേൾക്കും. അവരെ വാലെ തൂങ്ങി നടക്കുക. എന്തിന് അവർ ആ വെക്കേഷന് വന്ന് ഞങ്ങളുടെ വീട്ടിൽ താമസിച്ച് തിരിച്ചു പോകുമ്പോൾ ഞാൻ ദിവസങ്ങളോളം കരയുകയും ഭക്ഷണം കഴിക്കാതെ ഇരുന്നു. അപ്പോൾ ഈ ഹ്യൂമൻ റിലേഷൻഷിപ്പും ബാക്കി ഇതെല്ലാം പ്രണയമൊക്കെ പിന്നീട് ഒരുപാടുണ്ടായിട്ടുണ്ട്, ഒരുപാട് പ്രണയങ്ങൾ. പക്ഷേ ആ പ്രണയത്തിൻ്റെ ഒപ്പമെല്ലാം ഇത്തരത്തിലുള്ള ചില ബന്ധങ്ങൾ, അല്ലെങ്കിൽ അവരെ പിന്നെ ഒരിക്കലും എവിടെയാണ്, ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു 10-80 വയസ്സായിട്ടുണ്ടാവാം, എങ്കിലും ഇതെല്ലാം നമ്മളുടെ മനസ്സിൽ എത്രമാത്രം സജീവമാണ് നമ്മളുടെ ഓർമ്മകൾ എന്നുള്ളതിൻ്റെ അകത്ത്. ഒരുപക്ഷെ നമ്മളെയൊക്കെ എഴുത്തുകാരാക്കുന്നത് ഇത്തരം ഓർമ്മകളായിരിക്കാം. അത്രമാത്രം സജീവമാണ്. ഞാൻ പലപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല സുഹൃത്തുക്കളെ പറ്റിയും അവരുടെ ഒപ്പം ഉണ്ടായിരുന്ന ചില ഇൻസിഡൻ്റ് അവർ കോട്ട് ചെയ്യുമ്പോൾ താനും ഉണ്ടായിരുന്നു അന്ന്, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. നമ്മൾ എത്രമാത്രം സജീവമായിട്ട് ഓർമ്മ കൊണ്ട് നടക്കുമ്പോൾ ഇവർക്കതൊന്നും ഒരു ഓർമ്മയേ ഇല്ല. അപ്പോഴാണ് അവരും നമ്മളുള്ള വ്യത്യാസം മനസ്സിലാവുന്നത്. നമ്മൾ എന്തുകൊണ്ട് എഴുത്തുകാരനായെന്നും അവൻ എന്തുകൊണ്ട് കച്ചവടക്കാരനായി എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നത് ആ ഒരു പോയിന്റിലാണ്. കാരണം ഇപ്പോഴും എത്രയും സജീവമായിട്ട് ആ ഓർമ്മകൾ നമ്മൾ കൊണ്ടു നടക്കുന്നു. അതിൻ്റെ വാംത്ത്, അതിൻ്റെ ഒരു എന്താ പറയണ തുടിപ്പും ഇതെല്ലാം നമ്മൾ ഇന്നും കൊണ്ടു നടക്കുകയാണ്. യഥാർത്ഥത്തിൽ പ്രണയം പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആദ്യത്തെ പ്രണയം ഒരു 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴായിരിക്കും. അപ്പോഴേക്കും ഞാൻ എഴുതാൻ തുടങ്ങിയിരുന്നു. എഴുത്ത് അങ്ങനെ ഞാൻ എൻ്റെ കൂടെ ട്യൂഷന് വരുന്ന ശൈലജയെ പറ്റി ഒരു കഥ എഴുതി. അത് ശൈലജയുടെ എല്ലാ രൂപവും ഞാൻ അവളുടെ ശരിക്കുള്ള രൂപം ഞാൻ കൃത്യമായിട്ട് ആ കഥയിൽ വിവരിച്ചു വെച്ചിരുന്നു. അവളുടെ ചുരുണ്ട മുടി 2ആയിട്ട് വകത്ത് പിന്നിയിട്ടിട്ടുള്ള, അതിൽ ഒരു കഷ്ണം എടുത്ത് അവൾ മുമ്പിലേക്കിടും. പിന്നെ കഴുത്തിൽ കിടക്കുന്ന സ്വർണ്ണ മാലയും അതിൽ ഒരു പുലിനഖമാണ്. അപ്പോൾ അവളുടെ ഈ പുലിനഖമാലയെപ്പറ്റിയും ഒക്കെ എഴുതി എൻ്റെ കയ്യിൽ ആ നോട്ട്ബുക്കിൽ പല കഥകളുണ്ട്. അതിൽ ഇവള് നായികയായിട്ട് വരുന്ന ആ കഥ ഞാൻ എഴുതി ട്യൂഷൻ ക്ലാസ്സിൽ ബുക്ക് വെച്ചിട്ട്, സ്കൂൾ കഴിഞ്ഞിട്ട് അന്നൊക്കെ ഷിഫ്റ്റായിരുന്നു, ഉച്ചവരെയൊക്കെ ഉള്ളൂ. അപ്പോൾ നേരെ ട്യൂഷൻ ക്ലാസ്സിൽ വരും. അവിടെ വെച്ചിട്ട് ഞങ്ങളെന്തോ മാങ്ങ പറിക്കാനോ മറ്റോ പോയ സമയത്ത് പോയി തിരിച്ചു വരുമ്പോൾ കാണുന്നത് ആ ട്യൂഷന് വരുന്ന ആശ, അങ്ങനെ കുറേ പെൺപിള്ളേരുണ്ട്. ഇതുങ്ങളെല്ലാം കൂടെ ഇരുന്നിട്ട് ശൈലജ ഉൾപ്പെടെ ഈ കഥ ഇരുന്ന് വായിക്കുകയാണ്. എന്നെ കണ്ട് ഇവർ കൂകി വിളിച്ച് അന്നത്തോടുകൂടി ഞാൻ ആ ട്യൂഷൻ നിർത്തി. അതായിരിക്കാം ഒരു പക്ഷേ ആദ്യത്തെ പ്രണയം. ഏതായാലും ഒരു 7ാം ക്ലാസ് കഴിഞ്ഞതോടുകൂടി അമ്മ വീട്ടിൽ സമരം പ്രഖ്യാപിച്ചു. ഇനി
ഇവൻ ഈ സ്കൂളിൽ പഠിച്ചു കഴിഞ്ഞാൽ അമ്മ പഠിപ്പിച്ചിരുന്ന സ്കൂളാണത്, ഞാനിനി ജോലിക്ക് പോവില്ല എന്ന്. കാരണം അത്രത്തോളം ചീത്തപ്പേര് ഞാൻ അവിടെ ഉണ്ടാക്കി കഴിഞ്ഞിരുന്നു. അത് ചെറുപ്പം തുടങ്ങി കുറച്ച് കുരുത്തക്കേടൊക്കെ ഉണ്ടായിരുന്നു. കാരണം വെച്ചാൽ ഈ ടീച്ചർമാരുടെ മക്കളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും ശപിക്കപ്പെട്ടവന്മാരാണ്. കാരണം ഒന്നിനും സ്വാതന്ത്ര്യം ഉണ്ടാവില്ല. ബാക്കി ഫ്രണ്ട്സ് എല്ലാം മരം കയറാനും ഐസ് ഫ്രൂട്ട് വാങ്ങിക്കാനും മിഠായി വാങ്ങിക്കാനൊക്കെ സ്വാതന്ത്ര്യം ഉള്ളപ്പോൾ ഇവന്മാർക്ക് ഇതൊന്നും നടക്കില്ല. അത് മാത്രമല്ല, ഈ ഇൻ്റർവെൽ ടൈമിനാണെങ്കിൽ എല്ലാ പിള്ളേരും പുറത്തേക്ക് പോയി പലതും ചെയ്യാം. നമ്മൾ ഇൻ്റർവെല്ലിന് ബെല്ലടിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെല്ലേണ്ടത് ടീച്ചേഴ്സ് റൂമിലേക്കാണ്. കാരണം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പാലും വെള്ളം അവിടെ ഉണ്ടാവും. അതാണ് നമുക്ക് വിധിച്ചേക്കുന്നത്. ബാക്കി പിള്ളേർ നോക്കുമ്പോൾ ഇവരൊക്കെ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നുന്നു. നമ്മളെ സംബന്ധിച്ചോളം ഇത് വലിയ ശാപമാണ്. എങ്കിലും ഈ അമ്മയുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് ഈ ക്ലാസ് നടക്കണതിൻ്റെ ഇടയിൽ അന്നൊക്കെ ചെറിയ ടീച്ചേഴ്സ് വരാണ്ടായി കഴിഞ്ഞാൽ ഒക്കെ ആ പീരീഡ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടും. ക്ലാസ്സിന് പുറത്ത് പോയി കളിക്കുകയൊക്കെ ചെയ്യാം. അങ്ങനെ കിട്ടിയ ഒരു ഗ്യാപ്പിൽ ഞാൻ നേരത്തെ ഒരു സ്ഥലത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഷംസുവിൻ്റെ കഥ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത പറമ്പിൽ കാപ്പിമരം, നമുക്കറിയാം ഈ കാപ്പിമരം ഭയങ്കര സ്ട്രെങ്ത് ഉള്ള മരമാണ്. ഒട്ടും വലിപ്പം ഉണ്ടാവില്ലെങ്കിൽ പോലും കാപ്പിയുടെ കൊമ്പൊടിയില്ല, വളയും പക്ഷെ ഒടിയില്ല. ഇനി ഒടിഞ്ഞാൽ തന്നെ അതിൻ്റെ നാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സൂചി പോലെ ഭയങ്കര ഷാർപ്പായിരിക്കും. അങ്ങനെ ഞാനും ഷംസും കൂടി ഈ കാപ്പി മരത്തുമ്മേ പിടച്ച് കയറിയതാണ്. അവിടെ നിന്ന് എനിക്ക് ഈ മരം കയറ്റ ഇതൊന്നും ഒട്ടും തന്നെ പറ്റുന്ന കാര്യമായിരുന്നില്ല. അതിനോട് താല്പര്യം ഉണ്ടായിരുന്നില്ല. അങ്ങനെ അത് ഞാൻ ഒട്ടും അങ്ങനെയുള്ള സ്പോർട്സോ ഓട്ടോ ചാട്ടോ ഇതൊന്നും എൻ്റെ ഇതിലേ പെടുന്ന കാര്യമല്ല. അങ്ങനെ അവിടെ പിടച്ച് കയറി അവിടുന്ന് നാച്ചുറലി ഉരുണ്ട് താഴെ വീണു. പോരുന്ന വഴിക്ക് ഈ കാപ്പിയുടെ കൊമ്പ് കൊണ്ടിട്ട് തുടകീറി ചോര ഒഴുകുക. പാട്ടി എനിക്കെന്തെങ്കിലും പറ്റുന്നതോ അപകടം പറ്റുന്നതോ ഇതൊന്നും അല്ല പേടി. ഈ അമ്മയുടെ അടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സഹിക്കാൻ പറ്റില്ല. ഈ വന്നേക്കുന്ന മുറിവിനേക്കാളും ഇതിനേക്കാളൊക്കെ അപ്പുറം അമ്മയുടെ അടി ആദ്യം വന്നിരിക്കും. അപ്പോൾ ഈ അടിയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അന്ന് അമ്മയുടെ ക്ലോസസ്റ്റ് ഫ്രണ്ടാണ് മേരി ടീച്ചറാണ്, ഞങ്ങളുടെ 3ാം ക്ലാസ്സിലെ ക്ലാസ് ടീച്ചർ. ഇവരുടെ മുൻപിൽ ഹാജരാക്കപ്പെട്ടു ഞങ്ങൾ രണ്ടുപേരും. അവിടെ വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇവൻ എന്നെ തള്ളിയിട്ടതാണ്. തല്ല് കൊള്ളാതിരിക്കാൻ വേണ്ടി പറഞ്ഞൊരു നുണയായിരുന്നു. പക്ഷെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇവൻ തള്ളിയിട്ട് വീണതാണ് അത്രേ ഉദ്ദേശിച്ചുള്ളൂ. പക്ഷേ ഇവർ ആ തള്ളിയിട്ടു എന്നുള്ള മഹാപാതകത്തിൻ്റെ പേരിൽ ഈ പാവൻ ഷംസുവിനെ എടുത്തിട്ട് അടിച്ചു. ഈ അടി കൊണ്ട ഷംസു അത്ര വലിയ ഇതൊന്നും, കാരണം അവനെ അടി ഒരു പ്രശ്നമായിരുന്നില്ല. പക്ഷേ ഷംസുവിന് കിട്ടിയ ഓരോ അടിക്കൊപ്പം ഞാനാണ് കരഞ്ഞത്. കാരണം ഏറ്റവും പ്രധാനപ്പെട്ടത് ഷംസുവിന് കിട്ടുന്ന അടിയേക്കാൾ അപ്പുറം എൻ്റെ കളവിന് കിട്ടുന്ന അദൃശ്യമായിട്ടുള്ള ഓരോ അടികളായിരുന്നു അത്. അങ്ങനെ അടി കഴിഞ്ഞിട്ടും കുറ്റബോധം താഴാത്ത കൊണ്ടിട്ട് എൻ്റെ കരച്ചിൽ തുടർന്നു. അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ കരച്ചിൽ ശമിപ്പിക്കാൻ അന്ന് ഷംസു അവൻ്റെ നിക്കർ ഊരി എന്നെ കാണിച്ചു, ചിരിപ്പിക്കാൻ വേണ്ടിയിട്ട്. നിക്കർ ഇങ്ങനെ ഊരും കേട്ട്. എന്നിട്ട് ഈ ഷംസുവിനെ പറ്റി ഞാൻ മറ്റൊരു സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ല ഏറ്റവും ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഒരുപാട് പേര് ഷംസുവിനെ അന്വേഷിച്ചു. ഞാൻ വിചാരിച്ചു എവിടെന്നെങ്കിലും ഷംസു, എടാ ഞാനാണ് ഷംസു എന്ന് പറഞ്ഞിട്ട് കടന്നു വരുമെന്ന് വിചാരിച്ചു. ഇത്ര കാലമായിട്ടും ആ ഷംസു ഇതേവരെ വന്നിട്ടില്ല. ഷംസു ഇത് അറിയാത്തത് കൊണ്ടിട്ടാണോ, ഷംസു ഇനി ഉണ്ടോ എന്ന് പോലും അറിയില്ല. ഇപ്പോഴും നമുക്ക് ഷംസുവിന് വേണ്ടി കാത്തിരിക്കാം.